മച്ചമരുതാണ്. ഈ ജനപ്രിയ നായകൻ പറയുന്നത് ജനങ്ങൾ നൽകിയൊരു പേരാണ്. അത് ചേരുന്ന ഒരാൾ പറഞ്ഞാൽ അത് ദിലീപേട്ടനാണ്. അത് നമ്മുടെ ആക്ടർ ദിലീപ് എന്താ ആ മൂപ്പര് ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ഇതൊന്നും ജനങ്ങൾ അറിയുന്നില്ല. ശരിക്കും ഇതൊക്കെ നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത്. ഒരു പറഞ്ഞു കഴിഞ്ഞാൽ 10-16 വർഷം നമ്മുടെ കൊച്ചിനെ നീഫിൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അവർക്ക് ചിലവിന് വേണ്ടിയിട്ട് 16 വർഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കും. മൂപ്പര് പറഞ്ഞാൽ കാരണം കൂടെ ഉള്ള ഒരു സഹപാഠിക്ക് വേണ്ടിയിട്ടുള്ള സഹായം ആണ് മൂപ്പര്. അതായത് കേസും കാര്യങ്ങളും നടക്കുമ്പോഴടക്കം സഹായിച്ചിട്ടെന്നാണ് പറയുന്നത്. അത്രയും നല്ലൊരു മനുഷ്യനാണ്, അത്രയും നല്ല മനുഷ്യനാണ്. ഈ ഇടയിൽ ഇപ്പോൾ ഈ കോടതി അടക്കം കേസ് ഒരു കുഴപ്പമില്ല, തെളിവായിട്ട് ഒന്നും ഇല്ല എന്നതടക്കം പറഞ്ഞിട്ടടക്കം ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഈ ചാരി നിൽക്കുന്ന മരത്താണ് എല്ലാവരും കയറുന്നത്. മനസ്സിലായോ? ഇതുണ്ടോ എത്ര ദിലീപേട്ടനാണ് ആദ്യം വന്നത്, അത്രയും ഇതാണ്. അതായത് മൂപ്പര് വന്ന അത്രയും ഒരു കൂടെ നിന്നൊരു സഹപാഠിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സഹായം. അതും ഒരാൾ പറയുന്നുണ്ട്. നോക്കിയോ, മൂപ്പര് പറയുന്ന ഒരാൾ കണ്ടാവും. മൂപ്പരിൻ്റെ അവിടുത്തെ ഒരു ആൾ പറയുന്നതാണ് ചില കുറിച്ച് പറയുന്ന സമയത്ത് ഒരു സാമ്പത്തിക സഹായമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കടം വിടാം. പക്ഷെ ദിലീപേട്ടനെ ചെയ്തെങ്കിൽ ഈ കുടുംബത്തോടൊപ്പം എല്ലാമല്ലാതെ താങ്ങും തണലും കാവലും കരുതലുമായിരുന്നു. ഇവർ ഈ കുടുംബത്തെ മനസ്സിലാക്കി സമയത്തിപ്പം അഭിമാനിക്കാൻ അങ്ങനത്തെ അനീഫ് ഖാനെ കുറിച്ച് പറയുമ്പോൾ ദിലീപേട്ടൻ ഈ കുടുംബത്തെ സമീപിച്ചത് അനീഫ് ഖാൻ ഒരു കാറ് ഉണ്ടല്ലോ, ഇന്നോവ കാർ, അത് എന്റെ സേവനമാണ്. അതിലൂടെ ദിലീപേട്ടൻ മനസ്സിലാക്കുന്നത് ഈ ഒരു കുടുംബത്തിന് പ്രതിമാസം ഒരു വരുമാനം ഉണ്ടായിക്കൊടുക്കുക. അതോടൊപ്പം തന്നെ ദിലീപേട്ടൻ അനീഫ് ഖാന്റെ സമീപനം ഇത് 1-2 മാസം എല്ലാവരും വരും ചെയ്യും. 1-2 മാസം 16 വർഷം ഒരു മാസം തെറ്റാണ്. ദിലീപേട്ടനെ കുറിച്ച് വിഷമമായിട്ട് ഇവരൊക്കെ കരുതുന്ന കാര്യമാണ്. ആ സമയത്ത് പോലും ഈ കുടുംബത്തെ നോക്കിക്കൊള്ളുന്ന അപ്പം നീ മാനേജറോട് പറഞ്ഞിട്ട് 3 മാസം പോലും ഇവരെ എന്ത് സന്തോഷത്തിനും ഇവരെ എന്ത് സങ്കടങ്ങൾക്കും നിറസാന്നിക്കും അവിടെയാണ്. ഒരു വിളി അകലെയാണ്. ഇന്നും രാവിലെ ഈ വീട്ടിലെ ഏറ്റവും ഫസ്റ്റ് എത്തിയത് ദിലീപേട്ടനാണ്. ഞാൻ എത്തുന്ന മുമ്പ് ആ കാറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ദിലീപേട്ടൻ 1 മണിക്കൂർ കാത്ത് പള്ളിയിൽ ബാങ്കോട് തന്നെ കണ്ടിട്ട് ഇത്രയും ആ കുടുംബത്തോട് കൊണ്ടാണ് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയും. ദിലീപേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹനീഫ് ഖാൻ എന്നോട് ചെയ്ത് എന്തൊക്കെ ഉപകാരങ്ങൾ അതിനൊരു അംശം പോലും ഞാൻ പിടിച്ചു തരുന്ന ഫിലിംസ് ഞാൻ പറയുന്നത്. അത്തരം ഒരു പങ്കാണ് അത് തന്നിട്ടുള്ളത്. ഇന്നിപ്പോ അശോകേട്ടൻ പോയ സമയത്ത് തന്നെ ഒന്നും സംസാരിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. നല്ല ഇമോഷണൽ ആയിരുന്നു. ഈ ഒരു കുടുംബം ഹനീഫ് ഖാന്റെ കുടുംബം എന്ന് വെച്ചാൽ മലയാളികളുടെ സ്നേഹത്തോടെ നെഞ്ചിലേക്ക് കുടുംബമാണ്. അവരെ വിശേഷങ്ങളൊക്കെ അറിയാം.